ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലത്തെയും വൈകുന്നേരത്തെയും കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ ഞാൻ ക്യാമറയൊക്കെ ഓൺ ആക്കിയപ്പോഴാണ് ഇവർ ഒച്ച അങ്ങനെ കേട്ടത് കേട്ടോ. അപ്പോൾ കോഴിക്കുട്ടികളൊക്കെ ഇതാക്കണം ഉഷാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു തീറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതാ ഇന്ന് ഈ ഒരു ഭാഗം മുറ്റമൊക്കെ അടിച്ചു വരികയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അമ്മയും അനുമോളും കൂടിയും ഉമ്മറവാക്കൊക്കെ അടിച്ചു വരും കേട്ടോ. അപ്പോൾ അമ്മ ഏതായാലും ഫ്രീ ആയി നിൽക്കല് വെച്ചിട്ട് ഇവിടെയും കൂടി അടിച്ചു വരികയാണ്. ഇതിൻ്റെ ഏരിയയാണ് കേട്ടോ, അടിച്ചു വരേണ്ട ഡ്യൂട്ടിക്കാണ്. അപ്പോൾ ഏതായാലും ഇന്ന് അത് അമ്മ കഴിച്ചു കേട്ടോ. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ട് വേണം കോഴിക്കുട്ടികൾക്കൊക്കെ തീറ്റാൻ കൊടുക്കാൻ കേട്ടോ. അമ്മയും കണ്ണനുമാണ് അതൊക്കെ ചെയ്യലുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ അടുക്കളയിൽ രാവിലെ തന്നെ മസാലക്കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കും വേണമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അതിന് നിന്നതാണ്. അപ്പം ഇന്ന് വേറെ കറിയുമൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. വേഗം മസാലക്കറി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നാളികേരം ആദ്യം തന്നെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കുറേശ്ശേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ നാളികേരം ആയാലും കുറച്ചേ പാടുള്ളൂ. ഓവറായിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. എന്തും കുറച്ചേ പാടുള്ളൂ. ഒരുപാടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് മാറി വരും. അപ്പോൾ അതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേ അടുപ്പത്ത് തന്നെ ചീനച്ചട്ടിയിൽ ഉള്ളിയും കിഴങ്ങും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാട്ടിയെടുക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ അതിൽ മുളക് പൊടി നമ്മളെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ആയാൽ കുറച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓവറായിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ആ മല്ലീൻ്റെ ഒരു കുത്തലായിരിക്കും കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. ഇതുപോലത്തെ കറികളിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തീരെ കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് ഓവറായിട്ട് ഒഴിക്കാനല്ല പറയണത്, കുറച്ച് വെളിച്ചെണ്ണ എന്തായാലും വേണം. അപ്പോൾ ഇതാ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ സോയാബീനും കോളിഫ്ലവറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ച് വെച്ചിരുന്നു. പിന്നെ ഇതാക്കണ ഗ്രീൻ പീസ് അതും വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ സോയാബീനും ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോയാബീനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. ചെറിയ സോയാബീനാണ്. വലുത് മുറിച്ചിട്ട് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മസാലക്കറി എന്ന് പറഞ്ഞാൽ സദ്യയിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് അല്ലേ. ഇവിടെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്കായാലും എല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടം. എല്ലാവർക്കും നല്ല ഇഷ്ടം തന്നെയാണ്. നല്ല ടേസ്റ്റ് ആണല്ലോ. ഞാൻ ഇപ്പോൾ ഇത് 2 നേരത്തേക്കും കൂടി കണ്ടു വെച്ചതാണ്. പക്ഷേങ്കിൽ ഇത് ഒരു നേരം കൊണ്ട് തന്നെ എല്ലാവരും തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചോറിക്ക് കുറേ കഴിച്ചു, രാവിലത്തെ ചായക്ക് കുറേ കഴിച്ചു, പിന്നെ 4 മണിക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിച്ചു. അങ്ങനെ പെട്ടെന്ന് തീരുമാനമായി. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലും തന്നെ അരമുറി നാളികേരമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അരമുറി നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു മുറി നാളികേരം കൊണ്ട് അരയ്ക്കുകയും ചെയ്തു, പാലും എടുത്തിട്ടു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൽ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ടില്ലേ, അതൊന്ന് അരച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൽക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. മസാലക്കറി ഞാൻ ഇങ്ങനെയാണ് വെക്കലുള്ളത്. അപ്പം ഇങ്ങനെ ഒന്ന് കുഴഞ്ഞിരിക്കണതിനോടാണ് എനിക്കിഷ്ടം കേട്ടോ. ഇനി കഴിക്കാനാകുമ്പോഴത്തേന് ഒന്നും കൂടി ഉറയ്ക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാവർക്കും ഇഷ്ടമായി. കുറേ ആയി മസാലക്കറി ഉണ്ടാക്കിയിട്ട് കേട്ടോ. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഇതിന് 2 ദിവസം മുന്നേ ഞാനൊരു തട്ടിക്കൂട്ട് മസാലക്കറി ഉണ്ടാക്കിയിരുന്നു. അന്ന് പച്ചത്തേങ്ങയാണ് അരച്ചത് കേട്ടോ. അത് വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാക്കണ് ഇന്ന് ചോറിലേക്കും ചായക്കും എല്ലാത്തിനും മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മുരിങ്ങയും കൂടി താളിക്കണം. ഇന്നത്തെ കറി അതാണ്. 6 മണിയൊക്കെ ആയിട്ടുണ്ട്. വീടിൻ്റെ മുകളിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പച്ചക്കറി തൈകൾ കുഴിച്ചിടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടൊന്നുമില്ല കേട്ടോ. മുളകും വഴുതനങ്ങയുണ്ട്. പിന്നെ കുറച്ച് മല്ലി പാവണം എന്ന് വിചാരിക്കുന്നുണ്ട്, മല്ലിച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രോ ബാഗിൽ പിന്നെ ആപ്പിൾ മാങ്ങേൻ്റെ അണ്ടി കുഴിച്ചിട്ടിട്ട് മുളപ്പിച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് പിരിച്ച് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വൈകുന്നേരം ഒന്ന് കയറി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എപ്പോഴായാലും ക്യാമറ ഓൺ ആക്കണം എന്നുള്ള ഒരൊറ്റ വിചാരമുള്ളൂ കേട്ടോ.
അപ്പോൾ അങ്ങനെ കയറി പോകുന്നതാണ്. അപ്പോൾ അനുമോളൊന്നും സ്കൂളിലേക്ക് പോയിട്ടില്ല കേട്ടോ. അനുമോക്കൊക്കെ പനിയാണ്, അപ്പോൾ ഇന്ന് പോയിട്ടില്ല. അപ്പോൾ ഓരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും കുറച്ച് പനിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഉണ്ട് ഇതിൽ നടക്കുന്നത്. നന്ദുവിന് ഇന്ന് ഭയങ്കര ചുമ. അപ്പോൾ ഓനും അതാക്കണം ഓരോന്ന് കാട്ടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞമ്മ കുറച്ച് തുടങ്ങുമ്പോൾ ഉണക്ക് തരാം. അപ്പോൾ പുല്ല് വെച്ചോളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരമാണ് കേട്ടോ ഇങ്ങോട്ട് കയറിയിട്ടുള്ളത്. അപ്പം എല്ലാവരും സഹായത്തിനുണ്ട്. ഇവിടെ വൃത്തിയേടാക്കിയിടുന്നത് നമ്മളെ കണ്ണനാണ് കേട്ടോ. കണ്ണൻ്റെ പണിയാണ് ഇവിടെ ഓരോന്ന് ചെയ്യുന്നത്. എന്നാൽ നല്ല കാര്യവും ചെയ്യും ചീത്ത കാര്യവും ചെയ്യും കേട്ടോ. അപ്പം മീൻ വളർത്തണമൊക്കെ ഇപ്പോൾ ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ നാൾ മഴ പെയ്തപ്പോൾ വേഗം മേലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു ഷീറ്റൊക്കെ കെട്ടി കൊടുത്തതാണ് കേട്ടോ, അബിയോനും കൂടി. അപ്പോൾ എല്ലാവർക്കും ഓരോ പണികൾ വേണമെന്ന് പറയുന്നുണ്ട്, വേണ്ടാന്ന് പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെ കണ്ണൻ കുറച്ച് മടിയിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളിങ്ങോട്ട് എപ്പോഴെങ്കിലും അല്ലേ കയറലുള്ളത്, ഓൻ എപ്പോഴും കയറുന്ന ആളല്ലേ. അപ്പം ഇന്നിപ്പോൾ ഞങ്ങളെ കുറച്ച് സമയം ഇവിടെ പിടിച്ചൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കയറിയതല്ലേ. അപ്പോൾ ആ ചിമ്മിനീൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് ചൂലിട്ടുങ്ങാണ്ടൊന്ന് അടിച്ചു കേട്ടോ. അപ്പം എന്നാൽ താഴത്തുനിന്ന് വലിയ റിസ്ക് ഇല്ലാതെ മോള് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണല്ലോ. താഴ്ന്നാണെങ്കിൽ വിതനേമയൊക്കെ കയറണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചിമ്മിനീൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് നല്ലോണം മാറാലുണ്ടാവും കേട്ടോ. നമ്മളെപ്പോഴും കത്തിക്കുന്നതല്ലേ, അതുകൊണ്ട് നല്ലോണം മാറാലുണ്ടാവും. പിന്നെ അടുപ്പിൻ്റെ ആ ഒരു കുഴൽ കുറച്ചായിട്ടോ ക്ലീൻ ചെയ്തിട്ട്. പിന്നെ കത്താതിരിക്കണമൊന്നുമില്ല. കത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. എന്നാൽ പിന്നെ എളുപ്പമാണ് കേട്ടോ. എല്ലാം കരി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എൻ്റെ അടുപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു, നല്ല അടുപ്പാണെന്നൊക്കെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കിയത് ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയുക. അത് ഇവിടെ ഒരാളെ ഏൽപ്പിച്ചതായിരുന്നു. ആ അടുപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരാളെ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അടുപ്പത്തെ കരി കളയണ ആ കിഴിയാണ് കേട്ടോ, അത് മണൽ കിഴിയാണ്. അപ്പോൾ അത് ഇവിടെ തന്നെ ഇങ്ങനെ വെക്കലാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒന്ന് കളയണതല്ലേ. അപ്പോൾ ഇപ്പോൾ ശരിക്കുകയാണെങ്കിൽ ഒരു 5-6 മാസമായിട്ടുണ്ടാവും കേട്ടോ കളഞ്ഞിട്ട്. ഒരു കുഴപ്പമില്ല ഏതായാലും അടുപ്പിന്. പിന്നെ താഴെ ഞാൻ വാരലുണ്ട് കേട്ടോ. താഴെ നമുക്ക് കിട്ടുമല്ലോ ആ ഒരു വെണ്ണീര് വാരാൻ. അപ്പോൾ അത് വാരും. മുകളിൽ നിന്ന് ഇങ്ങോട്ട് കിഴി കെട്ടി ഇറക്കണം, എന്നാലുള്ള അടിയേക്ക് വരിക. അപ്പോൾ ഈ ഒരു അടുപ്പ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഓർക്കും നല്ലോണം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ചിലരൊക്കെ അടുപ്പ് പുക മുന്നിലേക്ക് വരും കേട്ടോ. എൻ്റെ വീട്ടിലത്തെ അടുപ്പ് ഇത്ര സുഖം പോരാ കേട്ടോ. അതിൽ കത്തിക്കാൻ നല്ല പണിയാണ്. എനിക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ കത്തിക്കണേ ആകെ കൂടെ ഒരു പ്രാന്താണ് പറഞ്ഞില്ലേ. ഒരു ശരിയായി കിട്ടൂല, അത് അമ്മയ്ക്ക് തന്നെ വയ്ക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഓരോ പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ അടിച്ചു മാറിയിട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ അത് 2 ദിവസം കഴിയുമ്പോഴത്തേന് പിന്നെ ഒന്നാമത് 2-3 സൈഡിലായിട്ട് റബ്ബർ ഉണ്ട്. അപ്പോൾ ആ റബ്ബറിൻ്റെ ഇലയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ചാടും, തേക്കിൻ്റെ ഇലയായിട്ടും. പിന്നെ കണ്ണൻ്റെ ഓരോ തിരുപ്പം പണി ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് പെയിൻറ് കൊടുക്കലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കും. അത് പൂർത്തിയാകൊന്നുമില്ല, അത് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് അങ്ങനെ നടക്കും കേട്ടോ. പിന്നെ ഇടയ്ക്ക് അവനൊരു പച്ചക്കറി ഉണ്ടാക്കണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് കൃഷീനോടൊക്കെ, പക്ഷേങ്കിൽ അത് പൂർത്തിയാക്കാൻ കഴിയലില്ല. അപ്പോൾ ഒന്നാമത് ഓൻ ഒറ്റയ്ക്കായിട്ടായിരിക്കും, നമ്മളും കൂടിയും പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണ്ടേ. അപ്പം ഇനി ഇപ്രാവശ്യം വിചാരിച്ചു കേട്ടോ ഇനി ഓൻ്റെ ഒപ്പം ഒന്ന് കൂടി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഓൻ കുറച്ച് പിന്നെ ചീര നട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം മുളച്ച് വന്നായിരുന്നു. അതിലാണ് ആ പെരും മഴ പെയ്തിട്ട് അതൊക്കെ കേടന്ന് പോയിട്ടോ. അപ്പോൾ അതിലൊരു മുളകും തൈ ഉണ്ടായിരുന്നു. ആ മുളകും തൈ ആളൊരു ചാക്കിൽ പിരിച്ച് കുഴിച്ചിട്ട് ഞങ്ങൾ കാണാതെ അതിൽ വേപ്പും പിണ്ണാക്കൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിനൊരു നല്ല ഉഷാറുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മാങ്ങ കൊണ്ടുവരലുണ്ടായിരുന്നു കേട്ടോ. പഴുത്ത മാങ്ങ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നന്ദൂന് കേട്ടോ, നന്ദൂനും ഏട്ടനും. അപ്പോൾ അതിൻ്റെ അണ്ടി ചെറിയ അണ്ടിയായിരിക്കും കേട്ടോ, തിന്നാൻ കുറേ ഉണ്ടാവും അതിന്മേ. പക്ഷേ അണ്ടി ചെറുതായിരിക്കും. അപ്പോൾ അതൊന്ന് കുഴിച്ചിട്ടായിരുന്നു. അവിടെ താഴെ ഒരു ബേസിലാണ് കുഴിച്ചിട്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുളച്ച് വന്നപ്പോൾ പിരിച്ച് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് മല്ലി രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. മല്ലി ഒന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ ഒന്നും ഇങ്ങോട്ട് ഉരതിയെടുക്കും നമ്മൾ ചപ്പാത്തി കുഴയിൽ വെച്ചിട്ട്. എന്നിട്ട് അത് ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. ഒരു 10-12 മണിക്കൂർ എന്തായാലും ഇട്ട് വെക്കണം. എന്നിട്ട് അതൊന്ന് എടുത്തുകൊണ്ടാണ് പാകി കൊടുക്കുന്നത്. മുളയ്ക്കെന്നുള്ള വിശ്വാസത്തിൽ ചെയ്യാണ് കേട്ടോ. കുറേ മുന്നേ അവിടെ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് കാലമൊക്കെ അതുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് നോക്കായിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഏട്ടൻ കുറച്ച് ഗ്രോ ബാഗൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ണനൊക്കെ മണ്ണൊക്കെ നിറച്ച് വളവും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട്
അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അതിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. ഓനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തേലും ചെയ്യണം കേട്ടോ. വെറുതെ ഇരിക്കണ അവന് ഇഷ്ടം തന്നെയല്ല. വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വേഗം കടന്നുറങ്ങും, അല്ലാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു പരിപാടിയില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ഇഷ്ടത്തോടു കൂടി നമ്മളും ചെയ്തോന്നൊക്കെ പറയുകയാണെങ്കിൽ ഏറെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇന്ന് ഇതാ 2-3 കൂടി, 3 4 മണ്ണ് നിറച്ചിട്ടുണ്ട്. അപ്പം അതിൽ വേപ്പിൻ പിണ്ണാക്കും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ആൾ നിറച്ച് വെച്ചതാണ് കേട്ടോ. ഓൻ തന്നെയാണ് ഇങ്ങോട്ട് കയറ്റിയതൊക്കെ. പിന്നെ മൂച്ചി തൈകൾ കുഴിച്ചിട്ടത് ഓനും ഏട്ടനും കൂടിയും ചെയ്തതാണ് കേട്ടോ. ഏട്ടനും നല്ല ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേങ്കിൽ പൂർത്തീകരിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ കയറി വന്നിട്ട് കുറേ സമയമായിട്ടോ. നേരം ഇരുട്ടായിട്ടുണ്ട്, എല്ലായിടത്തും വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ താഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. അമ്മ അവിടെ വിളക്കൊക്കെ കത്തിച്ചോളും വിചാരിച്ചിട്ട് ഇവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അവിടേക്ക് എപ്പോഴെങ്കിലും കയറി വരുള്ളൂ. മടിയാണ്, സ്റ്റെപ്പ് കയറി വരാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പം കണ്ണൻ എപ്പോഴും പറയും ഇവിടെയാണ് എനിക്ക് റൂം ഉണ്ടാക്കണത്, എന്താ ഞാൻ വലിയതായിട്ട് ഇവിടെ റൂം ഉണ്ടാക്കും, എനിക്ക് ഇഷ്ടമാണ് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം ഞാൻ പറയാണ്ട് റൂം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അടിക്കാനും തുടയ്ക്കാനും ഒരാളെ നിർത്തിക്കോളൂ, ഞാൻ ചെയ്യൂല എന്ന് പറയട്ടോ. എനിക്കിഷ്ടമല്ല, എനിക്ക് മുകളിൽ ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അടിയിലാണ് എപ്പോഴും ഇഷ്ടമുള്ളത്. അപ്പോൾ ഇതാക്കണേ എല്ലാവരും കൂടി ഇവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നു. അപ്പോൾ അനുമോക്ക് പഠിക്കാണ്ട് പറഞ്ഞിട്ട് ഓൾ ഇറങ്ങിപ്പോയിട്ടോ. ഓക്കിപ്പോൾ വൈകുന്നേരം ആയാൽ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾ പോയി. അപ്പോൾ ഏട്ടൻ അങ്ങാടിക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഇവിടുന്ന് നന്ദു അങ്ങനെ വിളിച്ചിട്ടോ, അച്ഛവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചപ്പോൾ ഏട്ടനും വന്നിട്ടുണ്ട് ഇതൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുഴിച്ചിട്ടു, വഴുതനങ്ങി മുളകും കുഴിച്ചിട്ടു. അത് ഞങ്ങൾ തൊട്ടടുത്തുള്ള ചേച്ചി തന്നതാണ് കേട്ടോ. 2 തൈ തന്നിരുന്നു, അത് കുഴിച്ചിട്ടു. പിന്നെ ഒന്നിൽ മല്ലിയും പാകി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നാളെ തക്കാളിയൊക്കെ പാകി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഏട്ടനോട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഏട്ടൻ നനച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നനയ്ക്കുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ തോന്നുന്നു കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ ഓട്ടല്ലേ, അപ്പം അതിൽ കൂടെ ഇങ്ങനെ വെള്ളം താഴത്തേക്ക് വന്നിട്ട് ആ വളമയൊക്കെ പോവുമല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒരു കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്തത്. എന്നും 2 നേരം ഇപ്പോൾ ചെയ്യലുണ്ട് കേട്ടോ. അത് എവിടം വരെ എത്തുന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ റബ്ബർ കുറച്ച് കഴിഞ്ഞാൽ മുറിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ റബ്ബർ മുറിച്ച് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് മൂച്ചിയും കഴുങ്ങും തെങ്ങും ഒക്കെ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെ ബാഗിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് കയറി വന്നില്ല. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കാന്ന് വെച്ചിട്ട് ഇവിടെ ഇരുന്ന് അങ്ങനെ വർത്താനമൊക്കെ പറയാൻ കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ. എന്തെങ്കിലുമൊക്കെ ചോറും കൊണ്ടൊക്കെ ഞാനും കുട്ടികളും ഇങ്ങോട്ട് കയറി പോരലുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരുന്ന് തിന്നാനൊക്കെ. അപ്പോൾ എന്താ പറയുക, ഹനുമോക്ക് ക്ലാസ്സൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.